ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പെരുമ്പാവൂരിൽ സെപ്റ്റംബർ 13 ശനി. ശുശ്രൂഷൽ രാവിലെ 10-ന് ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. ടി വി പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി, ശ്രീനാരായണ ഓഡിറ്റോറിയം. ശുശ്രൂഷൽ രാവിലെ 10-ന് തോമസൂട്ടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. വരിക, യേശുക്രിസ്തു നിങ്ങളെ സ്വതന്ത്രരാക്കും. യേശുവിൻ സ്വന്തമായി തീർന്നു ഞാൻ, എന്നെന്നും കവിഞ്ഞൊഴുകുമി അനുഗ്രഹം, നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം, ഇനി എന്നുമേ നിറയുന്നെൻ ഹൃദയമാകെ നന്ദിയാ. കവിഞ്ഞൊഴുകുന്ന അനുഗ്രഹത്തിലേക്ക് സ്വാഗതം. നമുക്കൊന്നിച്ച് വീണ്ടും ആയിരിക്കാൻ കർത്താവ് അനുവദിച്ചു. യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസങ്ങളിൽ യേശുക്രിസ്തു ഈ ഭൂമിയിലായിരുന്നപ്പോൾ തൻ്റെ ധൈര്യവും തൻ്റെ ശുശ്രൂഷയുടെ ആ സ്ട്രെങ്ത് എന്താണെന്ന് നമ്മളൊന്നിച്ച് മനസ്സിലാക്കാൻ സാധിച്ചു. യേശുക്രിസ്തുവിന് ഒരു കാര്യം ഉറപ്പുണ്ടായിരുന്നു, താൻ അയക്കപ്പെട്ടവനാണ്. 2, യേശുക്രിസ്തുവിന് മറ്റൊരു കാര്യം അറിയായിരുന്നു, താൻ തന്നെ അയച്ച പിതാവ് സത്യവാനാണ്. 3, തനിക്ക് ഒരു കാര്യം അറിയാം, ആ പിതാവിന് പ്രസാദകരമായി താൻ നിന്നപ്പോൾ തൻ്റെ സാന്നിധ്യം താൻ ഒരു നാളും കൈവിടത്തില്ല. യേശുക്രിസ്തുവിന് കൂടെ നാം ഇന്ന് നടക്കുമ്പോൾ അതേ യേശുവാണ് പറഞ്ഞ്, നിങ്ങൾ എന്നെ തിരഞ്ഞെടുത്തെന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്ത് ആക്കിയും വെച്ചിരിക്കുന്നു, ഓർഡൈൻ ചെയ്തിരിക്കുന്നു. ഞാനോ ലോകാന്ത്യത്തോളം എല്ലാ നാഴികയിലും നിങ്ങളുടെ കൂടെ കാണും. അതിനെക്കുറിച്ച് എഫീഷ്യർക്ക് ഇത് ലേഖനം പറയുന്നു, അവനിൽ സത്യമുണ്ട്. യേശു സത്യവാന, നമ്മളെ അയച്ചതാ, എപ്പോഴും നമ്മുടെ കൂടെയുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ആ യേശുവിൽ വിശ്വസിക്കുകയും ഈ കാര്യങ്ങളിൽ വിശ്വാസമുള്ള വ്യക്തി തൻ്റെ ജീവിതത്തിൽ ഒരിക്കലും കുലുങ്ങിപ്പോകത്തില്ല. തൻ്റെ ജീവിതത്തിൽ വിശ്വാസം എന്ന് പറയുന്നത് കൂടിയും കുറഞ്ഞുമൊക്കെ നിൽക്കും. എന്നാൽ ദൈവത്തിലുള്ള ആശ്രയം ഒരിക്കലും മാറിപ്പോകത്തില്ല. ദ ട്രസ്റ്റ് ഇൻ ഹിം. ഫെയ്ത്ത് ക്യാൻ വേവർ, ബട്ട് ട്രസ്റ്റ് കനോട്ട് വേവർ. എന്താ? എന്നെ വിളിച്ചത് യേശുവ, എന്നെ അയച്ചത് യേശുവ, എൻ്റെ നിലനിൽപ്പ് തന്നെ യേശുവ. യേശു ക്രിസ്തുവിൽ ഒരുവനായിക്കഴിഞ്ഞാൽ വേദപുസ്തകം പറയുന്നു, അനുഗ്രഹം അനുഭവിക്കാൻ, ഇത് ഇൻഹെറിറ്റ് ചെയ്യാനായി വിളിക്കപ്പെട്ടത്. എന്നാൽ പലപ്പോഴും യേശു ക്രിസ്തുവിലായതിന് ശേഷം പോലും പല ശുശ്രൂഷകരും പല വ്യക്തികളും അവരുടെ ഗ്രാഫ് നോക്കിയാൽ കീഴോട്ടാ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിൻ്റെ കാരണം എന്തായിരിക്കാം? ദൈവജനത്തിൽ നിങ്ങൾ വായിക്കുമ്പോൾ കാരണം കൂടാതെ ഒന്നും സംഭവിക്കത്തില്ല എന്ന് പറയുന്നു. ഒരു വശം യേശു ക്രിസ്തു മരിച്ചുയർത്തെഴുന്നേറ്റതോടെ നമ്മുടെ പാപങ്ങൾ മുഴുവൻ മായിച്ച് ഒരു പ്രാവശ്യം ഒരിക്കലായി എന്നേക്കുമായി വീണ്ടെടുപ്പ് തൻ്റെ രക്തത്താൽ നടത്തി. അതിനെക്കുറിച്ച് വേദപുസ്തകം പത്രോസ് തൻ്റെ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെയാണ് എഴുതുന്നത്, ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും നമുക്ക് ദാനമായി തന്നിരിക്കുന്നു. പത്രോസിൻ്റെ ലേഖനം 2 പത്രോസ് അതിൻ്റെ 1-ാം അധ്യായം 3 മുതൽ താഴോട്ട് വായിക്കുമ്പോൾ, ആൻഡ് ഹിസ് ഡിവൈൻ പവർ ഹാസ് ഗിവൺ അസ് എവറിത്തിങ് പെർട്ടൈനിങ് ടു ലൈഫ് ആൻഡ് ഗോഡ്ലിനെസ്. ഇന്ന് ഞാനിവിടെ ഇരിക്കുമ്പോൾ എനിക്കൊരു കാര്യം അറിയാം, ഭൗതികമായ ഒരു കാര്യത്തിനും ഞാനും പ്രാർത്ഥിക്കേണ്ട പോലും ആവശ്യമില്ല. കാരണം നമ്മുടെ ആവശ്യങ്ങൾ പിതാവാം ദൈവം അറിയുന്നു. ഒരു മക്കളുടെ ആഗ്രഹം അപ്പൻ അറിയുമ്പോൾ മക്കൾ പോലും അറിയാതെ ആ ആഗ്രഹം ഏറ്റവും മെച്ചപ്പെട്ടതായി നൽകുവാൻ, നടത്തിപ്പാക്കുവാൻ ഒരു പിതാവ് കരുതുമെന്നുവെങ്കിൽ, യേശു പറഞ്ഞു, ദോഷികളായ നിങ്ങൾക്കത് ചെയ്യാമെങ്കിൽ സ്വർഗത്തിലെ പിതാവ് എത്രമാത്രം അധികം. ഒന്നിനെക്കുറിച്ച് വ്യാകുലപ്പെടരുത്. പല പ്രാവശ്യവും വ്യാകുലത, ബോദറേഷൻ, ടെൻഷൻ ഇതെല്ലാമാണ് തടസ്സമായി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ അത് അങ്ങനെ വരുമ്പോൾ നമ്മൾ വാസ്തവത്തിൽ നമ്മുടെ സെൻസസിനെ അല്ലെങ്കിൽ വിചാരങ്ങളെ റിലൈ ചെയ്യുക ചെയ്യുന്നത്. എന്നാൽ സർവശക്തനായ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്യുന്നുള്ള ഉറപ്പും ധൈര്യമുള്ളവർക്കായി ഞാൻ കർത്താവിനെ സ്തുതിക്കുന്നു. ഒരു കാര്യം മറക്കരുത്, ഇന്നെന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോഴും
ഒരു കാരണവശാലും യു കനോട്ട് ബി ഫെയിലിയർ ഇൻ ജീസസ് ക്രൈസ്റ്റ്. നിങ്ങളുടെ ആവശ്യങ്ങൾ മുമ്പിൽ വരുന്നുണ്ടായിരിക്കാം, ഭയങ്കര ആവശ്യങ്ങളായിരിക്കും. നിങ്ങൾ ഓർക്കുന്നത് എങ്ങനെ സാധിക്കും, അസാധ്യമാ എന്നൊക്കെ വിചാരിക്കുമ്പോൾ യേശു ക്രിസ്തുവ കർത്താവെങ്കിൽ എനിക്കൊരു കാര്യം അറിയാം, തക്ക സമയത്ത് കർത്താവ് വാതിൽ തുറക്കും. തക്ക സമയത്ത് എവറിത്തിങ് വിൽ ഹാപ്പൻ ഫോർ ദ ഗുഡ്. എൻ്റെ ജീവിതത്തിൽ നന്മ മാത്രമേ സംഭവിക്കത്തുള്ളൂ. സോ പത്രോസ് പറയാ, ജീവനും ഭക്തിക്കുള്ള സകലതും നൽകപ്പെട്ടിരിക്കുന്നു. 4-ാമത്തെ വാക്യം ഇങ്ങനെയാണ് പറയുന്നത്, ആൻഡ് വിച്ച് ഹാസ് ബീൻ ഗിവൺ ടു അസ് എക്സീഡിംഗ്ലി ഗ്രേറ്റ് ആൻഡ് പ്രഷ്യസ് പ്രോമിസസ്, ത്രൂ ദാറ്റ് യു മേ ബി പാർട്ടേക്കേഴ്സ് ഓഫ് ദ ഡിവൈൻ നേച്ചർ. കർത്താവിൻ്റെ സ്വഭാവത്തിന് കൂട്ടാളികളായി, ഡിവൈൻ നേച്ചറിനോട് കൂട്ടാളികളാകുമ്പോൾ, ആ യേശുവിൻ്റെ ജീവൻ നമ്മളിൽ വരുമ്പോൾ ഈ തിരുവഴുത്തിലെ വാഗ്ദത്തങ്ങൾ മുഴുവൻ നിവർത്തിക്കുക ചെയ്യുന്നത്. ഒരാവശ്യം വരുമ്പം വാഗ്ദത്തം ഓർക്കേണ്ടി പോലും ആവശ്യമില്ല. ക്രിസ്തു യേശുവിലാണ് ഞാൻ നിൽക്കുന്നത്. വാഗ്ദത്തം യെസ് ആൻഡ് ആമേൻ എന്ന, ഊവെന്നും ആമേൻ എന്ന, ആ കാര്യം നടപ്പിലാക്കുക തന്നെ ചെയ്യും. എന്നാൽ ഈ കാര്യങ്ങൾ നടപ്പിലാകാതിരിക്കുന്നത് എവിടെയാണെന്ന് താഴെ എഴുതിയിരിക്കുകയാണ്. ആൻഡ് ഹാവിങ് എസ്കേപ്ഡ് ദ കറപ്ഷൻ ദാറ്റ് ഈസ് ഇൻ ദ വേൾഡ് ത്രൂ ലസ്റ്റ്. ലോകത്തിലുള്ള ചതിയാലുള്ള മോഹങ്ങളിൽ നിന്നും അത് നമ്മളെ കറപ്റ്റ് ചെയ്യുന്ന ദ്രവത്വം കൊണ്ടിരുന്നത് അതിൽ നിന്നും നമ്മളെ രക്ഷിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് നിങ്ങൾ താഴോട്ട് വായിക്കുമ്പോൾ യേശു ക്രിസ്തു നമ്മളെ വിളിച്ചതാണ്. ആ വിളി ചെറിയൊരു വിളിയല്ല, വലിയൊരു വിളിയാണ്. എന്തിനാണ് വിളിച്ചിരിക്കുന്നത്? കൂട്ടായ്മ ആചരിക്കാനാണ് വിളിച്ചിരിക്കുന്നത്. അതാണ് നമ്മുടെ പൗലോസ്, വിശുദ്ധ പൗലോസ് തൻ്റെ ലേഖനത്തിൽ, എഫീഷ്യർക്ക് എഴുതിയ ലേഖനത്തിൽ എഴുതുമ്പോൾ ഇങ്ങനെ പറയുന്നത്, അങ്ങനെ ജ്ഞാനത്തിൻ്റെയും വെളിപ്പാടിൻ്റെ ആത്മാവിനാൽ നിങ്ങളുടെ ഹൃദയ ദൃഷ്ടി പ്രകാശിച്ച് എന്ത് മനസ്സിലാക്കണം? നിങ്ങൾ വിളിക്കപ്പെട്ടവരാണ്. വിളിയാലുള്ള ആശ ഇന്നത് എന്ന് നിങ്ങൾക്ക് ബോധ്യമാകണം. എന്നെ വിളിച്ചതാ കർത്താവ്, എന്നെ വിളിച്ചതാ കർത്താവ്. ഒന്ന് പറഞ്ഞ്, എന്നെ കർത്താവ് വിളിച്ചതാണ്. ആ വിളിച്ച കർത്താവ് എനിക്ക് എന്നിൽ നിന്നും ചില പ്രതീക്ഷിക്കുന്നുണ്ട്. ഇപ്പം നമ്മൾ ഒരാളെ വിളിക്കുമ്പോൾ, ഞാൻ ഒരാളെ വിളിക്കുക, ഒരു ഗ്ലാസ് വെള്ളം ആഗ്രഹിച്ചാണ് വിളിച്ചത്. അപ്പം കഴിവുണ്ടെന്ന് അറിഞ്ഞാൽ മാത്രമേ ഞാൻ വിളിക്കത്തുള്ളൂ. ഇപ്പം നടക്കാൻ മേലാത്ത ഒരാൾ ഇവിടെ ഇരിക്കും, അതേ ഇങ്ങോട്ട് വന്ന് ഒരു ഗ്ലാസ് വെള്ളം എടുക്കാനാണെന്ന് പറഞ്ഞാൽ ഐ എം ഫൂളിഷ്. എന്നാൽ ഒരു വ്യക്തിയെ ഞാൻ വിളിക്കുക, ഇങ്ങോട്ട് വന്നേ എന്ന് പറയുമ്പം ആ മനുഷ്യനെ ഞാൻ വിളിക്കുമ്പോൾ ഒരു ഉദ്ദേശത്തോടെയാണ് വിളിച്ചത്. ഉദ്ദേശത്തോടെ, വെറുതെ വഴിപോക്കെന്നെ വിളിക്കത്തില്ല. എനിക്കറിയാവുന്ന ഒരാളിനെ വിളിക്കും. അത് ചെയ്യാനുള്ള കഴിവുണ്ടെന്ന് ഉറപ്പുള്ളവരെ ഞാൻ വിളിക്കും. അതുപോലെ തന്നെ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ മേലൊരു വിളി ഉള്ളത് കൊണ്ടായി കാണുന്നത് പോലും. ഒരു കാര്യം ഉറപ്പിച്ചോണം, ആ ദൈവത്തിൻ്റെ ഭൂമിയിലുള്ള എല്ലാ കാര്യങ്ങളും നോക്കാനുള്ള കഴിവ് നിങ്ങളിൽ ഉണ്ട് എന്ന് ഉറപ്പുള്ളത് കൊണ്ടാണ് യേശു നിങ്ങളെ വിളിച്ചത്. എന്നാൽ ആ വിളിക്ക്, എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാം അധ്യായത്തിൽ പറയാം, വിളിക്ക് യോഗ്യമാവണ്ണം നടക്കണം. ചില എക്സ്പെക്റ്റേഷൻസ് ഉണ്ട് കർത്താവിന്. ഇപ്പോൾ ഒരു പട്ടാളക്കാരൻ, ഒരു കമാൻഡർ ഓഫ് ദി ആർമി, തന്നിൽ നിന്നും ഇന്ത്യ ഗവൺമെൻറ് ചിലത് എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. തനിക്കൊരു സ്റ്റാൻഡേർഡ് ഓഫ് ലൈഫുണ്ട്. തനിക്ക് സാധാരണ ഒരു മനുഷ്യനെ പോലെ നടക്കാനോ സംസാരിക്കാനോ പറ്റത്തില്ല. തനിക്ക് സ്റ്റാൻഡേർഡുണ്ട്. കാര്യം തൻ്റെ സ്റ്റാൻഡേർഡാണ് പുറയിലെ ആർമിയുടെ സ്റ്റാൻഡേർഡ് കാണിക്കുന്നത്. അതുപോലെ തന്നെ ദൈവരാജ്യത്തിനൊരു സ്റ്റാൻഡേർഡുണ്ട്. അതിനെക്കുറിച്ചാണ് തിമോത്തിക്ക് എഴുതിയ ലേഖനത്തിൽ പൗലോസ് പറയുന്നത്, യു ഷുഡ് നോ ഹൗ ടു ബിഹേവ് ഓർ കണ്ടക്ട് യുവർ സെൽഫ് ഇൻ ദ ചർച്ച്. ഒരു സഭ അല്ലെങ്കിൽ കർത്താവിൻ്റെ ശരീരമാണെന്ന് തിരിച്ചറിയുന്ന നിലയിൽ യു ഷുഡ് കണ്ടക്ട് യുവർ സെൽഫ്, യു ഷുഡ് ബിഹേവ് യുവർ സെൽഫ്. ഇതാ ദൈവവചനത്തിൽ ഇങ്ങനെ പറയുന്നത്. 7-ാമത്തെ വാക്യം വരുമ്പം, ആൻഡ് ടു ഗോഡ്ലിനെസ്, അങ്ങോട്ടാണ് കൊണ്ടുപോകുന്നത്, ഗോഡ് ലൈക്ക്നെസ്, ബ്രദർലി കൈൻഡ്നെസ് ആൻഡ് ബ്രദർലി കൈൻഡ്നെസ് ടു ലവ്. എന്നിട്ട് 8-ാമത്തെ വാക്യത്തിൽ പറയാണ്, ഇഫ് ദീസ് തിങ്സ് ആർ യോഴ്സ് ആൻഡ് അബൗണ്ട് യു വിൽ നൈദർ ബി ബാരൻ നോർ അൺഫ്രൂട്ട്ഫുൾ ഇൻ ദ നോളജ് ഓഫ് അവർ ലോർഡ് ജീസസ് ക്രൈസ്റ്റ്. ഇത് നിങ്ങളിലുള്ളപ്പം നോക്ക്, ഇതിനകത്ത് ഡെലിജൻസ് വെച്ചാണ് ഇത് തുടങ്ങുന്നത്. എന്താ ഡെലിജൻസ്? അത്യന്ത ദാഹം. യേശു പറഞ്ഞൊരു വാക്കാണ്, ദാഹിക്കുന്നവർ എൻ്റെ അടുക്കൽ വരട്ടെ. ദാഹിക്കുക എന്ന് പറഞ്ഞാൽ യേശു ക്രിസ്തുവാണ് എൻ്റെ എല്ലാം. എനിക്ക് യേശുവിനെ അതുപോലെ സ്നേഹമാണ്. എനിക്ക് കൂടുതൽ അറിയണം, കൂടുതൽ നടക്കണം. ദാറ്റ് തേഴ്സ്റ്റ് ഈസ് ഡെലിജൻസ്. ആ ഡെലിജൻസ് ആണ് വിശ്വാസത്തെ വർദ്ധിക്കുന്നത്, വെർച്യു വർദ്ധിക്കുന്നത്, നോളജ്, സെൽഫ് കൺട്രോൾ, പെർസിവറൻസ്, ഗോഡ്ലിനെസ്, ഇതെല്ലാത്തിൻ്റെയും
സ്റ്റാർട്ടിങ് എവിടെയാണെന്ന് ചോദിച്ചാൽ ദാഹം. എനിക്ക് ഐ വോണ്ട് ടു എക്സൽ ഇൻ ലൈഫ്. എനിക്കത് ഇങ്ങനെ നടന്നാൽ പോരാ. യേശു എനിക്ക് വേണ്ടി എന്തിനാണോ മരിച്ചത്, ഉയർത്തെഴുന്നേറ്റത്, അതിൻ്റെ പരിപൂർണ അനുഭവം എനിക്ക് വേണം. എന്നിട്ട് താഴെ പറയുകയാണ് ഹി ഹു ലാക്സ് ദിസ് തിങ്സ് എന്ന് പറഞ്ഞാൽ ഇതില്ലാത്തൊരു മനുഷ്യൻ. വിളിക്കപ്പെട്ട ചിലരിൽ അവർക്കൊരു ഉറപ്പില്ല യേശുവാ വിളിച്ചത്. അതുകൊണ്ട് തന്നെ ചെറിയ ചെറിയ കാലത്തിൽ ഡിസ്റ്റർബ്ഡ് ആകുക, വ്യാകുലതയുണ്ട്. അവരെക്കുറിച്ച് പറയാം, ദോസ് ഹു ലാക്ക് ദീസ് തിങ്സ് ആർ ഷോർട്ട് സൈറ്റഡ്, ഈവൻ ദ ബ്ലൈൻഡ്നെസ് ദാറ്റ് ദേ ഹാവ് ഫോർഗോട്ടൻ ദാറ്റ് ദേ ആർ ക്ലെൻസ്ഡ് ഫ്രം ദെയർ ഓൺ സെൽസ്. അവർക്ക് ഈ ഇന്നത്തെ കാര്യം നടപ്പിലാക്കിയാൽ മതി. ശുശ്രൂഷകരാണേലും ഇന്നത്തെ താൽക്കാലികമായൊരു നിലനിൽപ്പ്, അതിൻ്റെ അപ്പുറം അവർക്ക് നോട്ടമേ ഇല്ല. ഷോർട്ട് സൈറ്റഡാണ്. എന്നാൽ അവർ മറന്നുപോയതൊരു കാര്യം, അവരുടെ therefore brethren even more diligent to make your calling and election sure, for if you do these things you will never stumble. എൻ്റെ വിളിയും തെരഞ്ഞെടുപ്പും എനിക്ക് ഉറപ്പാകുമ്പം ഞാൻ എന്നെ തന്നെ സൂക്ഷിക്കാൻ തുടങ്ങും. അവിടെ താഴെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് therefore brother become even more diligent. നേരത്തെ ദാഹമായിരുന്നു, ഇപ്പം അത്യന്ത ദാഹമായി. കാര്യം എന്താ? എൻ്റെ മേലുള്ള വിളിയും എൻ്റെ തെരഞ്ഞെടുപ്പും ഞാൻ ഉറപ്പ് വരുത്തിയിരിക്കുക. എന്നിട്ട് പറയാം 11ാമത്തെ വാക്യത്തിൽ, ഫോർ ആൻ എൻട്രൻസ് വിൽ ബി സപ്ലൈഡ് ടു യു abundantly for the everlasting kingdom of Jesus Christ and the Lord. ഓർത്ത് നോക്കിക്കേ, ഇന്ന് ഒരു യേശു ക്രിസ്തുവിൽ വിശ്വസിക്കുന്ന ഒരാൾക്ക് ഒരു ഉറപ്പുണ്ട്, തനിക്ക് വേണ്ടിയതെല്ലാം ചേർക്കപ്പെട്ടുകൊണ്ടേ ഇരിക്കും. എന്നാൽ തൻ്റെ നോട്ടം മുഴുവൻ യേശുവിൻ്റെ കൂടെ നടക്കാനാണ്, യേശുവിൻ്റെ കൂടെ സംസാരിക്കാനാണ്, യേശുവുമായിട്ടുള്ള കൂട്ടായ്മ. ഞാൻ പലപ്പോഴും ഉപയോഗിച്ചിരിക്കുന്ന ഒരു വചനം, എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു വചനമാണ്. 1 കൊരിന്ത്യർ 1-ാം അധ്യായം 9-ാമത്തെ വാക്യം, തൻ്റെ കൂട്ടായ്മയിലേക്ക് നമ്മെ വിളിച്ചിരിക്കുന്നു. എന്തൊരു മനോഹരമായ ഒരു എക്സ്പ്രഷനാണ്. സർവശക്തനായിരിക്കുന്ന ദൈവം നിങ്ങളെയും എന്നെ കൂട്ടായ്മയ്ക്ക് വിളിച്ചിരിക്കുന്നു. ആ കൂട്ടായ്മ ബന്ധത്തിൽ വരുമ്പോൾ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്, മേക്ക് യുവർ കോൾ ആൻഡ് എലക്ഷൻ ഷുവർ, ഫോർ ഇഫ് യു ഡു ദീസ് തിങ്സ് യു വിൽ നെവർ സ്റ്റംബിൾ. ഇത് പറഞ്ഞതിന് ശേഷം ഈ സത്യത്തിൽ നിങ്ങൾ എസ്റ്റാബ്ലിഷ്ഡ് ആയിരിക്കണമെന്ന് 12-ാം വാക്യം പറഞ്ഞു. ഇതിന് ശേഷം തൻ്റെ ഉറപ്പ്, പത്രോസിൻ്റെ ഉറപ്പ് പറയാം, ഫോർ വി ഡിഡ് നോട്ട് ഫോളോ കണ്ണിംഗ്ലി ഫേബിൾസ് when we made known to you the power and the coming of our Lord Jesus Christ, but we were eyewitnesses of his majesty. പത്രോസ് പറയാ, ഞങ്ങളിത് പറയുമ്പോൾ വെറും ഒരു കഥ പറഞ്ഞിട്ടല്ല, അല്ലെങ്കിൽ ഞങ്ങളുടെ വിചാരമല്ല, ഞങ്ങളുടെ തോന്നലല്ല ഈ പറയുന്നത്, ഞങ്ങൾ ദൃക്സാക്ഷികളാണ് ആ ദൈവ മഹത്വത്തിൻ്റെ, ദൈവശക്തിയുടെ, യേശുക്രിസ്തുവിൻ്റെ വരവിൻ്റെ, കർത്താവ് വരുമ്പോഴും അതിൻ്റെ എല്ലാം ഞാൻ ദൃക്സാക്ഷിയായി നിന്നുകൊണ്ടാണ് ഇത് മുഴുവൻ ഞാൻ പറയുന്നത്. എന്താ പറയുന്നത്? നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും ഉറപ്പാക്കണം. വിളിയാലുള്ള ആശ ഇന്നതെന്ന് തിരിച്ചറിഞ്ഞ് ആ ആഗ്രഹപ്രകാരം നടക്കണം. ഇന്നത്തെ ഇങ്ങനെ എഴുതിയിരിക്കുന്നത് 2-ാം അധ്യായം തുടങ്ങുന്നത്, ബട്ട് there were also false prophets among the people, even those will be false teachers among you, who will secretly bring destructive heresies, even denying the Lord who brought them and bring on themselves swift destruction. നോക്ക്, ഇതിനകത്ത് ഇങ്ങനെ പറയാം, ചില false prophets, കള്ളപ്രവാചകന്മാർ വന്നേക്കാം. they are false teachers and among you who will secretly bring എന്ന് പറഞ്ഞാൽ പൗലോസ് ഉപയോഗിക്കുന്ന ഒരു പദം, ഉപായത്താൽ നിങ്ങളുടെ മനസ്സുകളെ ചതിക്കും. എങ്ങനെ അറിയാം ഇതൊരു ഫോൾസ് ടീച്ചറാണോ അല്ലയോ? ഒന്ന്, യേശുക്രിസ്തുവിനെ മാത്രമായിരിക്കും ആ വ്യക്തി ഉയർത്തുന്നത്, താനോ തൻ്റെ പ്രവൃത്തിയോ അല്ല. അതിൻ്റെ ഉദാഹരണം നോക്കിക്കേ, പത്രോസ് രോഗി അവിടെ മുടന്തൻ സൗഖ്യമാകുമ്പോൾ ആൾക്കാർ മുഴുവൻ ഓടി പത്രോസിൻ്റെ അടുത്ത് വരുമ്പോൾ പത്രോസ് പറയും, ഇത് ഞങ്ങളുടെ ഭക്തി നിമിത്തമോ ഞങ്ങളുടെ പ്രാർത്ഥന നിമിത്തമോ അല്ല സംഭവിച്ചത്. വേണമെങ്കിൽ പത്രോസിന് പറയാം, നോക്ക്, ഞങ്ങൾ 21 ദിവസം ഉപവസിച്ച് 10 ദിവസം മാളിക മുറിയിൽ ഉപവസിച്ചും പ്രാർത്ഥിച്ചും ഇരുന്ന് പ്രാപിച്ചെടുത്ത ദൈവശക്തിയാണെന്നൊക്കെ പറയാം. പക്ഷേ he is not glorifying what he did. He is not glorifying who he is, but he is glorifying God. ഇത് യേശുവിൻ്റെ നാമത്തിലാണ് സംഭവിച്ചത്, യേശു ക്രിസ്തുവിൻ്റെ ഉള്ള നാമത്തിലെ വിശ്വാസത്തിലാണ് സംഭവിച്ചത്. അപ്പുറത്ത് നോക്കിക്കുക, പൗലോസും ബർണബാസും പോകുമ്പോൾ
ജന്മന മുടന്തൻ, ജനിച്ചത് തന്നെ മുടന്തൻ ചാടി എഴുന്നേക്കുക. എല്ലാവരുടെ മാലയും ഇത് ദേവന്മാരാന്ന് പറഞ്ഞ് കൊണ്ടുവരുമ്പോൾ അവരവരുടെ ഷർട്ടെല്ലാം കീറി, നോ, ഞങ്ങൾ സാധാരണ മനുഷ്യരാണ്. അവർ ദൈവത്തിന് മഹത്വം കൊടുത്തു. നോ, എങ്ങനെയാണ് ഫോൾസ് അല്ലെങ്കിൽ കള്ളപ്രവാചകനെ അറിയുന്നത്? ഒന്ന്, യേശുവിനല്ലായിരിക്കും മഹത്വം. ദ ഗ്ലോറി വിൽ ബി ടു ദംസെൽവ്സ്. നമ്പർ 2, പരിശുദ്ധാത്മാവുമായിട്ടുള്ള കൂട്ടായ്മയും പരിശുദ്ധാത്മാവിൻ്റെ ഉള്ള നടത്തിപ്പിൽ അവർക്ക് ഒരു കാര്യം പറയണം. ഇന്ന് ഞാൻ പറയാം. ഏത് പ്രവചനം നിങ്ങൾ കേട്ടാലും, ഏത് പ്രവചനം, വലിയ പ്രവാചകന്മാരും പ്രവചന ശുശ്രൂഷയും ഒക്കെ നിങ്ങൾ കേട്ടിട്ടുണ്ട്. ഏത് പ്രവാചകനും ഏത് പ്രവചനവും പറഞ്ഞാലും ഇറ്റ് ഷുഡ് ബി അക്കോർഡിംഗ് ടു ദ വേർഡ് ഓഫ് ജീസസ് ക്രൈസ്റ്റ്, ബിക്കോസ് ജീസസ് ഇസ് നോൺ ആസ് ദ പ്രോഫസി, സ്പിരിറ്റ് ഓഫ് പ്രോഫസി. യേശു ക്രിസ്തു പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളിൽ നിന്ന് മാത്രമാണ്. തൈവാൻ എന്നൊരു പാസ്റ്റർ ഒരിക്കൽ വിളിച്ചിട്ട് പറഞ്ഞു, അവിടുത്തെ ഏറ്റവും വലിയ പ്രവാചകി പ്രവചിച്ചിരിക്കുകയാണ്, മരണത്തിൻ്റെ ആത്മാവ് നിൻ്റെ മേൽ നിഴലിടുന്നു, കൂടോത്രവും മന്ത്രവാദവും നിന്നെ അറ്റാക്ക് ചെയ്യുന്നു. അതെ, അവർ വലിയ പേടിച്ചാണ് വിളിച്ചത്. ഞാൻ അവരോട് പറഞ്ഞു, ഈ പ്രവാചകനോ പ്രവാചികയോ ആരുമായിക്കോട്ടെ, എനിക്കൊരു കാര്യം അറിയാം, നശിപ്പിക്കുന്നവനല്ല എൻ്റെ കർത്താവ്, പണിയുന്നവനാണ്. ഒരു വിശ്വാസിയുടെ മോൾ മരണത്തിൻ്റെ ആത്മാവല്ല, പരിശുദ്ധാത്മാവ്. മാത്രമല്ല, യെശയ്യാ പ്രവചനം 54 അധ്യായം 14 മുതൽ 17 വരെ വായിക്കുമ്പോൾ, നീതി ലഭിച്ച നമുക്ക് ഒരായുധം ഫലിക്കത്തില്ല, മാത്രമല്ല നമുക്കെതിരെ ഉയരുന്ന എല്ലാ നാവുകളെയും നമ്മൾ തന്നെ വിധിക്കും. അത് ദൈവത്തിൻ്റെ ദാസന്മാർക്കുള്ള അവകാശമാണ്. നൗ, പ്രവചനം കേട്ട ഉടനെ വരലാനായിട്ടല്ല, ഇത് വചനത്തിൽ എഴുതിയിട്ടുണ്ടോ? ദൈവവചനം ഇതിനെക്കുറിച്ച് എന്താ പറയുന്നത്? അതായിരിക്കണം നമ്മുടെ നോട്ടം. ഞാനൊരു കാര്യം വളരെ ഉറപ്പിച്ച് പറയാം, ഈ കാലഘട്ടത്തിൽ അനേകർ കർത്താവിൻ്റെ നാമം പറഞ്ഞൊക്കെ വലിയ പരിപാടിയൊക്കെ നടത്തിയേക്കാം. പക്ഷേ ബി വെരി ഷുവർ, ഈ തങ്കുബ്രദർ തന്നെ എന്തെങ്കിലും പറഞ്ഞിട്ട് അത് ദൈവവചനത്തിൽ നിന്ന് അല്ലെങ്കിൽ ത്രോ ഇറ്റ് അവേ. അതിൻ്റെ കാരണം, വിളിച്ചവൻ യേശു ക്രിസ്തുവാണ്. ആ വിളിച്ച യേശു ക്രിസ്തുവിന് പ്രസാദകരമായിരിക്കണം നിങ്ങളുടെയും എൻ്റെയും നടപ്പും ജീവിതവും. നൗ, നമ്പർ 1, അവർ യേശു ക്രിസ്തുവിനെ ഉയർത്തത്തില്ല. നമ്പർ 2, അവർ ദൈവവചന പ്രകാരമായിരിക്കും, നിന്നെ വണ്ടിക്കടിയിടും. അത് പിശാചിൻ്റെ ആഗ്രഹമാണ്. എൻ്റെ ജീവിതത്തിൽ എനിക്കൊരു കാര്യം അറിയാം, 24 മണിക്കൂറും 365 ദിവസവും യേശുവിൻ്റെ രക്തം എനിക്ക് ഗുണകരമായി സംസാരിക്കുന്നു. ഹീ ഈസ് സ്പീക്കിംഗ് ഗുഡ് തിങ്സ് അബൌട്ട് മീ. എന്നിട്ട് ഇവിടെ പറയാം, ദേ ആർ ഡിനൈയിങ് ദ ലോഡ്. യേശു ക്രിസ്തുവിനെ അവർ തള്ളുകയത്ര ചെയ്യുന്നത്. ഇത് പറയുമ്പോഴാണ് ഒരു വാക്ക് കൃപയെക്കുറിച്ച് പറയാതെ ഇങ്ങോട്ട് മറികടക്കാൻ പറ്റത്തില്ല. കൃപയെക്കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്, ഗ്രേസിനെ കുറിച്ച് നമ്മൾ കേൾക്കുന്നുണ്ട്. കൃപയെന്ന് പറയുന്നത് പാപം ചെയ്യാൻ ഉള്ള ലൈസൻസ് അല്ല. യേശു ക്രിസ്തുവിൻ്റെ കൃപയെന്ന് പറയുന്നത് ആ ദൈവം നമ്മളെ സൂക്ഷിക്കാനുള്ള ശക്തിയാണ്. പാപത്തിൻ്റെ മേൽ കർത്തൃത്വം, ഒന്നിനും നമ്മുടെ മേൽ കർത്തൃത്വമില്ല. പാപത്തിന് നമ്മുടെ മേൽ കർത്തൃത്വം നടത്താൻ പറ്റാതെ നമ്മളിൽ വ്യാപരിക്കുന്ന ദൈവശക്തിയാണ്. കൃപയെന്ന് പറയുന്നത് അർഹിക്കാത്ത സ്ഥാനത്ത് കർത്താവ് നമ്മളെ നിർത്തിയതാണ്. കർത്താവിനോടുള്ള സ്നേഹം നിമിത്തം നമ്മൾ നമ്മെ തന്നെ മറന്ന് പ്രാണത്യാഗം ചെയ്തവരായി യേശുവിൻ്റെ കൂടെ നിൽക്കുന്നവരാണ്. നൗ, കൃപയുടെ അർത്ഥം, ജൂഡ് ദ ബോണ്ട് സെർവൻറ്റ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് ആൻഡ് ബ്രദർ ഓഫ് ജെയിംസ്, mercy, peace and love be multiplied to you. 3 കാര്യം മൾട്ടിപ്ലൈ ചെയ്തിട്ട്, mercy, peace and love. Behold, why I was diligent to write to you concerning the common salvation, I found it necessary to write to you, exhorting you to contend earnestly for faith, which was once for all delivered to the saints. വിശ്വാസം, ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസം വിശുദ്ധന്മാർക്ക് വേണ്ടി. ദൈവം നമ്മുടെ വിശ്വാസമല്ല ഉപയോഗിക്കുന്നത്, കർത്താവ് തന്ന വിശ്വാസമാണ്, ഭരമേൽപ്പിക്കപ്പെട്ട വിശ്വാസമാണ് ഉപയോഗിക്കുന്നത്. 4-ാമത്തെ വാക്യം, for certain men have crept unnoticed, who long ago were marked out for condemnation, ungodly men who turned the grace of our Jesus to lewdness and deny the only Lord God and Jesus Christ. ചില ആൾക്കാർ ഞൊഴഞ്ഞു കയറിയിട്ടുണ്ട് സഭയ്ക്കകത്ത്. അവരവരുടെ പ്രവൃത്തി മുഖാന്തരം, അവരുടെ പ്രവൃത്തി മുഖാന്തരം, എന്തുവാ, ശാരീരികമായി അശുദ്ധി അല്ലെങ്കിൽ സെക്സ്വൽ ഇമ്മോറാലിറ്റിയും അത്യാഗ്രഹവും, അത് കാരണം
അവർ യേശുവിനെ തന്നെ നിഷേധിച്ചിരിക്കുന്നു എന്ന് വചനം പറയുന്നു. യേശു ക്രിസ്തുവിനെ നിഷേധിച്ചിരിക്കുന്നു. ദേ ഹാവ് ഡിനൈഡ് അവർ ലോർഡ് അവർ ഗോഡ് ജീസസ് ക്രൈസ്റ്റ്. അതാണ് ഇവിടെയും എഴുതിയിരിക്കുന്നത്. ആൻഡ് അങ്ങനെയുള്ളവർ ദേ ഡിനൈങ് ദ ലോർഡ് ഹാവ് ബ്രിങ് ടു ദെംസെൽഫ് സ്വിഫ്റ്റ് ഡിസ്ട്രക്ഷൻ. നൗ യേശു ക്രിസ്തുവിൽ വിശ്വസിച്ച് ഒരാൾക്ക് ഉയർച്ചയാണ് വെച്ചിരിക്കുന്നത്, അനുഗ്രഹം അനുഭവിക്കാനാണ് വിളിച്ചിരിക്കുന്നത്, അനുഗ്രഹത്തിൻ്റെ അടയാളമാണ് നിങ്ങൾ ഞാൻ. എന്നാൽ പത്രോസ് പറയാണ് അതിൻ്റെ അവർ ലോകത്തിലുള്ള മോഹത്താൽ ദ്രവത്വം അവരുടെ ജീവിതത്തിൽ വരിക. എന്നിട്ട് പറയാണ് ആൻഡ് മെനി വിൽ ഫോളോ ദെയർ ഡിസ്ട്രക്റ്റീവ് വേവ്സ് ബിക്കോസ് ഹൂം ദ വേ ഓഫ് ട്രൂത്ത് വിൽ ബി ബ്ലസ്സംഡ്. അവരുടെ വിചാരവും സങ്കല്പം കൊണ്ട് നടക്കും. മൂന്നാമത്തെ വാക്യം എഴുതുകയാണ്, 2 പത്രോസ് 2-ാം അധ്യായമാണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. 3-ാമത്തെ വാക്യം, ബൈ കവച്ചസ്നെസ് ദേ വിൽ എക്സ്പ്ലോയിറ്റ് യു and with deceptive words for a long time their judgment has not been idle. For if God did not spare the angels who sinned by casting down into hell and delivered them into the chain of darkness to reserved for judgment, and did not spare the world but saved Noah. നോക്ക്, കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിൽ നമ്മുടെ ജീവിതത്തിൽ പല വെല്ലുവിളികൾ വന്നേക്കാം, പിശാച് നമ്മളെ ചതിച്ചേക്കാം. പക്ഷേ അതിനകത്തു നിന്നൊക്കെയും കർത്താവിന് നമ്മളെ രക്ഷിക്കാൻ പറ്റും. എപ്പോഴാണെന്ന് ചോദിച്ചാൽ കർത്താവുമായിട്ടുള്ള കൂട്ടായ്മയിലും സെൻസിറ്റീവ് ടു ദ ഹോളി സ്പിരിറ്റും. എന്നാൽ അങ്ങനെയുള്ള അല്ലാത്തവർക്ക് എന്ത് സംഭവിക്കും? 10-ാമത്തെ വാക്യം ഇങ്ങനെ പറയുന്നത്, ദോസ് ഹു വാക്ക് അക്കോർഡിംഗ് ടു ദ ഫ്ലഷ്, ജഡസംബന്ധമായി അവർ നടക്കുമ്പോൾ, ഫ്ലഷ് ഇൻ ദ ലസ്റ്റ് ഓഫ് അൺക്ലെൻലിനെസ്, അവർക്ക് മോഹം, ഏത് വൃത്തികേടിനും മോഹം അവർക്കുണ്ടാകുകയും, ആൻഡ് ദേ ആർ പ്രിസംഷ്യസ്, സെൽഫ് വിൽഡ്, ആൻഡ് ഹു ഡിസ്പൈസ് അതോറിറ്റി, അവരെ ആക്കി വെച്ചിരിക്കുന്ന അധികാരത്തെ അവർ മർദ്ദലിക്കുന്നവരാണ്, അവർ ഡിസ്പൈസ് ചെയ്യുന്നവരാണ്. നോക്ക്, കർത്താവിന് അബദ്ധത്തിലല്ല ഒരു സഭയിൽ നിങ്ങളെ ആക്കി വെച്ചിരിക്കുന്നത്. നമ്മളെ കർത്താവ് ആക്കി വെച്ചിരിക്കുന്ന നടുതല എന്ന് പറയുമ്പോൾ നമ്മളെ ആക്കി വെച്ചിരിക്കുന്ന അധികാരത്തിന് ഒരിക്കലും ഡിസ്പൈസ് ചെയ്യരുത്. അത് പിശാചാണ്. മാത്രമല്ല ദേ ആർ സെൽഫ് വിൽഡ്, എനിക്ക് എൻ്റെ കാര്യങ്ങൾ മാത്രം, സെൽഫ് വിൽഡ്. And they are not afraid to speak evil of dignitaries. ഇവരെന്താ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഇതിന് പറയാണ്, ആൻഡ് whereas ഇവർ പറയുമ്പോൾ whereas the angels who are greater in power and might do not bring a revealing accusation against them before the Lord. ദൂതന്മാർക്ക് ശക്തി കൂടുതലാണ്, എന്നാൽ അവർ പോലും അവർ ദൈവസന്നിധിയിൽ വിറച്ചോണ്ടാണ് നിൽക്കുന്നത്. എന്നിട്ട് താഴെ ഇങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇവരെക്കുറിച്ച് ഇങ്ങനെയാണ് പറയുന്നത്, അവർ ദൈവരാജ്യത്തിന് അവകാശം ആക്കത്തില്ല. എഫീഷ്യർക്ക് എഴുതിയ ലേഖനം 4-ാമത്തെ അധ്യായം ആണ് അതിൻ്റെ ആദ്യത്തെ വാക്യം പറയുന്നത്. അങ്ങനെ അവൻ്റെ വിളിക്കപ്പെട്ടവരായ നമ്മൾ, ആൻഡ് ബിസീച്ച് യു വാക്ക് വർതി ഓഫ് ദ കോളിംഗ് വിച്ച് യു ആർ കോൾഡ്. നിങ്ങളെ വിളിച്ചിരിക്കുന്ന കോളിങ്ങിന് നിങ്ങൾ വിശ്വസ്തരായി നന്നായി നിൽക്കണം. എന്തിനാണ് ഇതെല്ലാം പറയുന്നത്? ഈ വചനം നമ്മുടെ ജീവിതത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെ ട്രാക്കാണ്. നമ്മൾ കർത്താവായ യേശു ക്രിസ്തുവിന് യോഗ്യമാം വണ്ണം നടക്കണം. കർത്താവെ, അങ്ങ് എന്നെ യോഗ്യമാം വണ്ണം. എന്താ യോഗ്യമാം വണ്ണം നടക്കുന്നത്? നിങ്ങൾ കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1 കൊലോസ്യർക്ക് എഴുതിയ ലേഖനം 1-ാം അധ്യായം 9, 10, 11 ഒരു പ്രാർത്ഥനയാണ്. കർത്താവെ, അങ്ങേക്ക് യോഗ്യമാം വണ്ണം എന്നെ നടത്തണമേ. അങ്ങേക്ക് പ്രസാദകരമായി. യേശു ക്രിസ്തുവിൻ്റെ ജീവിതം നോക്കിയാൽ താൻ എപ്പോഴും പറയുമ്പോൾ ഇങ്ങനെ പറയും, ഞാൻ പിതാവിനെ പ്രസാദിപ്പിക്കുന്ന ഒരു ജീവിതമാണ് നയിക്കുന്നത്. എനിക്ക് സ്വന്തമായിട്ട് പറയാനൊന്നുമില്ല, ഞാൻ കേൾക്കുന്നത് മാത്രമാണ് പ്രസ്താവിക്കുന്നത്. പ്രിയമുള്ളവരെ, ഈ യേശു ക്രിസ്തുവിലുള്ള ജീവിതം ഇതൊരു യാഥാർത്ഥ്യമാണ്. യേശു മരിച്ചു ഉയർത്തെഴുന്നേറ്റ് ജീവനോടുണ്ട്, യാഥാർത്ഥ്യമാണ്. യേശു നിങ്ങളെയും എന്നെ വിളിച്ചതാ അനുഗ്രഹം അനുഭവിക്കാൻ, തൻ്റെ കൃപ പെരുകുമാറാക്കിയതാ, എല്ലാത്തിലും എപ്പോഴും പൂർണ്ണ തൃപ്തി വരുവാൻ. നമുക്ക് നമ്മുടെ ജീവിതത്തെ തന്നെ ഒന്ന് സൂക്ഷിക്കാം. അരുതാത്ത വാക്കുകൾ പറയാതെ, അരുതാത്ത പ്രവൃത്തികളിലേക്ക് ഏർപ്പെടുത്താതെ, പരിശുദ്ധാത്മാവിൽ ആശ്രയിച്ച് യേശു ക്രിസ്തുവുമായിട്ട് വ്യക്തിപരമായ ബന്ധത്തിൽ നടന്നാൽ ഒരു കാര്യം എനിക്ക് ഉറപ്പുണ്ട്, ഉയർച്ച തന്നെ പ്രാപിക്കും, താഴ്ച പ്രാപിക്കത്തില്ല. അസാമാന്യമായ ധൈര്യമായിരിക്കും. കർത്താവ് എനിക്ക് തുണ, ഞാൻ പേടിക്കത്തില്ല, മനുഷ്യരെന്നോട് എന്ത് ചെയ്യുമെന്ന് ധൈര്യത്തോടെ പറയും. നിന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വേണ്ടാത്തതെല്ലാം കർത്താവിനോട് പറയണം, അങ്ങേക്ക് ഇഷ്ടമില്ലാത്തതെല്ലാം എൻ്റെ ജീവിതത്തിൽ നിന്ന് മാറ്റിക്കളയണേ. എൻ്റെ യേശുവെ, അങ്ങേക്ക് പ്രസാദകരമായി ജീവിക്കാൻ. ഇത് പറയുമ്പോൾ ഇതൊരു മതത്തിൻ്റെ പരിവേഷമല്ല, അത് ജീവിത അനുഭവമാണ്.
ക്രിസ്തു യേശുവിൽ നിന്നുള്ള ആ സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്ന ഒരു ജീവിതമാണ്. കർത്താവിൻ്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കണം. കർത്താവെ, എൻ്റെ ജീവിതത്തിൽ വന്നിരിക്കുന്നതെല്ലാം എന്നോട് ക്ഷമിക്കണം. മാത്രമല്ല, നിങ്ങൾ ആരെക്കുറിച്ചാണോ വേണ്ടാത്തത് പറഞ്ഞത് അവരുടെ മുമ്പിൽ സാഷ്ടാംഗം വീണം അവരോട് പറയണം, സോറി കർത്താവിൻ്റെ നാമത്തിൽ എന്നോട് നിങ്ങൾ ക്ഷമിക്കണം. അപ്പോൾ തന്നെ നിങ്ങളെ നടത്തുന്നത് ആരുമായിക്കോട്ടെ, ഞാൻ ഉൾപ്പെടെ ദൈവവചനത്തിന് വിപരീതമായി നിങ്ങളെ പഠിപ്പിച്ചാൽ നിങ്ങൾ അവിടെ താഴുകയല്ല, അവരെ എന്നോട് പറയേണ്ടിയെ തിരുത്തണം. അവരോട് പറയണം, അങ്ങനെ അല്ലല്ലോ വചനം പറയുന്നത്, വചനത്തിൽ ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, അതിൻ്റെ അർത്ഥം അത് തന്നെയാണ്. ആ ഉറപ്പോടെ അവരെ തിരുത്താൻ ഇടയായിത്തീരണം. നമ്മൾ ഒന്നിച്ച് പരസ്പരം കീഴ്പ്പെട്ട വളരുന്നത്. നമുക്കൊന്ന് പ്രാർത്ഥിക്കാം. പിതാവേ, നന്ദിയോടെ സ്തുതിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരും യേശുവിൻ്റെ നാമത്തിൽ അത്ഭുത സൗഖ്യമുണ്ടാകട്ടെ. ശരീരം എല്ലാ വ്യാധികളെ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുകയാണ്. അവരുടെ വ്യക്തിപരമായ ജീവിതങ്ങളുടെ ആവശ്യങ്ങൾ എന്തുമായിക്കോട്ടെ, യേശുവെ അങ്ങയുടെ കരം നീട്ടും, അത്ഭുതകരമായി അവരെ വിടുവിക്കും. രോഗികൾ സൗഖ്യമാകട്ടെ, ശാരീരികമായ എല്ലാ അസ്വസ്ഥതകൾ മാറട്ടെ, പുതിയ വഴികൾ തുറക്കപ്പെടട്ടെ, വിവാഹ ജീവിതത്തിൽ ഐക്യത ഉണ്ടാകട്ടെ. യേശുവിൻ്റെ നാമത്തിൽ കുടുംബജീവിതം അനുഗ്രഹിക്കപ്പെടട്ടെ. പിതാവേ, അങ്ങയുടെ വചനം പറയുന്നു, ജീവനും ഭക്തിക്ക് വേണ്ടിയ സകലതും അങ്ങ് ദാനമായി ഞങ്ങൾക്ക് നൽകിയിരിക്കുന്നു. അത് മുഖാന്തരമായി അങ്ങയുടെ ജീവൻ ഞങ്ങളിൽ വന്നപ്പോൾ വലിയേറിയ വാഗ്ദത്തങ്ങളും ഞങ്ങളുടെ മേലുള്ളതിനായി സ്തോത്രം. ഞങ്ങൾക്ക് ആ വാഗ്ദത്തം പേരായി അറിയത്തില്ലെങ്കിലും ക്രിസ്തുയേശുവിൽ നിലനിൽക്കുമ്പോൾ എല്ലായിടത്തും ഇപ്പോഴും അത് ജയോത്സവമാണ്. വാഗ്ദത്തങ്ങളെല്ലാം മൂവാകയാൽ സ്തോത്രം. എന്നെ കണ്ടുകൊണ്ടിരിക്കുന്ന ഓരോരുത്തരുടെ ഉള്ളിൽ ആ ദൈവാശ്രയത്തിൽ മുന്നേറുവാൻ കൃപ ചെയ്യണമെന്ന് പ്രാർത്ഥിക്കുന്നു. അനാവശ്യമായിട്ടുള്ള എല്ലാം ജഡിക ചിന്തകളെ ശാസിക്കുകയാണ്. യേശുവെ, അങ്ങയുടെ മഹത്വമേറിയ സാന്നിധ്യം നിറച്ച് അങ്ങയുടെ കരുതലും കാവലും ഞങ്ങൾക്കുള്ളതിനായി സ്തോത്രം. കരത്തിന് പിടിച്ച് നടത്തുന്നതിനായി സ്തുതിക്കുന്നു. കർത്താവെ, നന്മകളാൽ നിറയ്ക്കണം. യേശുവിൻ്റെ നാമത്തിൽ കാണുന്ന ഓരോരുത്തരെയും അനുഗ്രഹിക്കുകയാണ്. നന്മകളാൽ നിറയട്ടെ, യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ. കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഈ ദിവസങ്ങളിൽ ഓരോ ദിവസവും നിങ്ങൾ ജയത്തിൽ, കൃപയിൽ കർത്താവ് വഴി നടത്തട്ടെ. അടുത്ത പ്രോഗ്രാമിൽ വീണ്ടും കാണും വരെയും കർത്താവ് അനുഗ്രഹിക്കട്ടെ. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും പെരുമ്പാവൂരിൽ സെപ്റ്റംബർ 13 ശനി. ശുശ്രൂഷ രാവിലെ 10-ന് ഫാസ് ഓഡിറ്റോറിയം, കോടതിക്ക് സമീപം. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. TV പ്രേക്ഷക സംഗമവും വിടുതൽ ശുശ്രൂഷയും വണ്ണപ്പുറത്ത് സെപ്റ്റംബർ 20 ശനി. ശ്രീനാരായണ ഓഡിറ്റോറിയം. ശുശ്രൂഷ രാവിലെ 10-ന്. തോമസൂടി ബ്രദർ ശുശ്രൂഷിക്കുന്നു. അനുഗ്രഹം നിറഞ്ഞൊഴുകുമി അനുഗ്രഹം. പാടുമെൻ്റെ നാഥനായി നവകീർത്തനം ഇനി എന്നുമേ നിറയും